അവന്റെ വഴികളും പദ്ധതികളും സ്വീകരിക്കാനാണ് തയ്യാറാവും. ഈശോയെ, എലിസബത്ത് സക്കറിയ ദമ്പതികൾ സ്വീകരിച്ച ഈ മനോഭാവം ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും എന്നും സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ മനസ്സിനെ വിശാലമാക്കണമേ, ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹിച്ച് അധരം തുറന്ന് സ്വതന്ത്രമായ കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പങ്ങളുടെ സ്ഥലത്തിൽ യേശുവേന്ന് വിളിച്ചു സ്തുതിക്കും, യേശുവേന്ന് വിളിച്ചു സ്തുതിക്കും, യേശുവേന്ന് വിളിച്ചു സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ട് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നല്ല ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറയും. നല്ലൊരു കൈയ്യടിച്ച് കർത്താവിനെ മഹത്വപ്പെട്ടു. ഒന്നുകൂടെ ശക്തമായി കൈയ്യടിച്ച് നന്നായിട്ടൊന്ന് കൈയ്യടിച്ച് കർത്താവെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാനായിട്ട് സാധിച്ചാൽ ദൈവത്തോട് കാലം വരില്ല. എന്തുകൊണ്ടാണ് എനിക്ക് രോഗം വന്നത്, എന്തുകൊണ്ടാണ് ഇന്നത്തെ നഷ്ടം വന്നത്, എന്തുകൊണ്ടാണ് ഇന്നത്തെ തകർച്ച വന്നത് എന്ന് ദൈവത്തോട് ചോദിക്കാനായിട്ട് സാധിച്ചാൽ നല്ല കാര്യമാണോ? അല്ലേ? നല്ല കാര്യമാണ്. പക്ഷേ ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷ വരമായിട്ട് കിട്ടുന്നതിനാണ്. അറിയില്ല, ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷ വരമായിട്ട് കിട്ടുന്നതിനെയാണ് ഭാഷാവരം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 14:2, 1 കൊരിന്ത്യർ 14:2. ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷ ഒരു വരമായിട്ട് കിട്ടുന്നതിനെയാണ് ഭാഷാവരം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അതെന്ത് പറയുന്നത്? എന്താ പറയുക? ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ ദൈവം എനിക്ക് ഒരു ഭാഷ വരമായിട്ട് തരികയാണ്. അതിനെയാണ് എന്നും പറയുന്നത് ഭാഷാവരം പറയുന്നത്. ഇനി 1 കൊരിന്ത്യർ 14:4 ഭാഷാവരമുള്ളവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി ലഭിക്കുന്നു. ഭാഷാവരമുള്ളവൻ ദാമ്പത്യ ജീവിതത്തിൽ എന്തിനാണ് പറയുന്നത്? അഭിവൃദ്ധി വേണമെങ്കിൽ ആരോട് സംസാരിക്കാൻ പറ്റണം. അപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നതനുസരിച്ച്, സംസാരിക്കാൻ സമ്മതിക്കുന്നതനുസരിച്ച് എനിക്ക് ജീവിതത്തിൽ എന്ത് കിട്ടും? സമൃദ്ധി കിട്ടും. ഭാഷാപരമുള്ളവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ ഒരു എന്തായിരിക്കണോ? വരമായിട്ട്. ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷ വേണം. ആഗ്രഹമുണ്ടോ? എന്താ വേണം? ആഗ്രഹമുണ്ടോ? ഞാൻ എന്തോ സ്തുതിച്ചിട്ടും എനിക്ക് മതിയാകാതെ വരുമ്പോൾ മതിയാവോ ദൈവത്തെ സ്തുതിക്കാൻ ലഭിക്കുന്ന ഭാഷയാണ് കർത്താവ് നിനക്ക് എന്ത് തന്നിട്ടുണ്ട്? സംസാര ശക്തി തന്നിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്. ഈ സംസാര ശക്തി ഉപയോഗിച്ച് വേറെ ഭാഷ ഒന്നും പഠിക്കാൻ പോണ്ട. ഇപ്പൊ നിനക്ക് അറിയാവുന്ന ഈ മലയാള ഭാഷയിൽ നീ നിന്റെ കർത്താവിനെ സ്തുതിച്ചിട്ട് മതിയാകാത്ത ഒരു അനുഭവം നിന്റെ ഉള്ളിൽ നിറയുമ്പോൾ ആ നിന്നിലേക്ക് ദൈവം തരുന്ന ഭാഷയാണ് ഭാഷാവരം. ഞാൻ അടുത്ത് കേട്ടോ, ഈ ഭാഷാവരമുള്ള വ്യക്തി, ഈ ഭാഷാവരം മറ്റെല്ലാ വരങ്ങളുടെയും വാതിലാണ്. ഭാഷാവരം മറ്റെല്ലാ വരങ്ങളുടെയും വാതിലാണ്. ഒരു മുറിക്കകത്ത് ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ആവശ്യമായുള്ള മുഴുവൻ കാര്യവും നിറച്ചു വെച്ചിരിക്കാം. ഈ നിറച്ചു വെച്ചിരിക്കുന്ന മുറി കൂട്ടിയിട്ടുണ്ട്. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പൂട്ടിയിരിക്കുന്ന പൂട്ട് തുറന്നിട്ട് ആ കയറാനുള്ള വാതിൽ തുറന്നു കിട്ടണം. വേണ്ടേ? വാതിൽ തുറന്നു കിട്ടിയാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അകത്ത് കയറിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനകത്തുള്ള മുഴുവൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഭാഷാവരം മറ്റെല്ലാ വരങ്ങളുടെയും വാതിലാണ്. അപ്പൊ ഇത് തുറന്നു കിട്ടിയാൽ ഭാഷകളുണ്ടെങ്കിൽ അതിന്റെ കൂടെ മറ്റു വരങ്ങളെല്ലാം കിട്ടും. അതായത് മറ്റു വരം 1 കൊരിന്ത്യർ 12-ന്റെ 8 മുതലുള്ള തിരുവചനം. 1 കൊരിന്ത്യർ 14 നമ്മൾ നിൽക്കുന്നത്. കുറച്ച് ഓരോട്ട് കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 12-ന്റെ 8 മുതൽ വരം. ആ വരങ്ങൾ പറയുന്ന വരങ്ങളാണ് ജ്ഞാനത്തിന്റെ വരം, അറിവിന്റെ വരം, വിശ്വാസത്തിന്റെ വരം, അത്ഭുത പ്രവർത്തന വരം, രോഗശാന്തി വരം, ഭാഷാവരം, ദർശനം, പ്രവചന വരം. നിങ്ങൾ എഴുതി നോക്കിയാൽ അതുകൊണ്ടാണ് ഒരു 9 കാണും. 9 കാണും. ആരും ഈ 9 കൊണ്ട് വരം തീർന്നു ഇല്ല. എന്താണെന്നറിയോ? അടുത്ത ഞാൻ പറയാം.
എൻ്റെ ജീവിത പങ്കാളി എന്നെ എന്തോരം കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും വേദനിപ്പിച്ചാലും എനിക്ക് ഒരു ഇഷ്ടപ്പെടുന്നു തോന്നിയത് എനിക്ക് അതെല്ലാം ക്ഷമിച്ചിട്ട് നന്നായിട്ട് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ വരാം മനസ്സിലാകും. എങ്ങനെയാണ് കുറ്റപ്പെടുത്തിയാലും വിഷമിച്ചാലും ഒന്നും എനിക്ക് ആ വിഷമൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കില്ല. ഞാനുണ്ടല്ലോ നന്നായിട്ട് എനിക്ക് വീണ്ടും ഞാൻ സ്നേഹിക്കും. അങ്ങനെയുള്ള ഏത് വരാം? ക്ഷമിച്ച് സ്നേഹിക്കാനുള്ള വരാം. അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ള വരാം എല്ലാം കിട്ടിയെന്ന് വരാം. പക്ഷെ അതിനൊക്കെ പ്രധാനപ്പെട്ട ക്ഷമിച്ച് സ്നേഹിക്കുക. അതുപോലെ തന്നെ രോഗികളായിട്ട് വേദനിക്കുന്നവരെ എനിക്ക് ശാന്തമായിട്ട് അടുത്തിരുന്ന് ശുശ്രൂഷിക്കാൻ പറ്റും. അതേത് വരാം? ശുശ്രൂഷ വരാം. എനിക്ക് നിരണ്ട സമയം മനുഷ്യർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ മധ്യസ്ഥ പോയി പ്രാർത്ഥിക്കാനാണ് സാധിക്കും. അതേത് വരാം? മധ്യസ്ഥ പ്രാർത്ഥന വരാം. എനിക്ക് കൂടുതൽ സമയം ബൈബിളൊക്കെ വായിച്ച് വചനമൊക്കെ വായിച്ച് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റും. അത് പ്രാർത്ഥന വരാം. ഹല്ലേലൂയ. അപ്പൊ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ 9 വചനങ്ങളോടൊപ്പം ഒത്തിരി സഹവരങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം തുറന്നു കിട്ടണമെങ്കിൽ ഏത് വേണം? വാതിൽ തുറക്കണം. ആ വാതിൽ തുറക്കാൻ വരമാണ് ഭാഷവൻ. ഹല്ലേലൂയ. ദൈവത്തോട് സംസാരിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് ഉത്തരായി. ഹല്ലേലൂയ. ഈ ഉത്തരം കിട്ടുന്ന ദാമ്പത്യ ജീവിതം അത് ഒരു സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്ക്